ഹലോ കൂട്ടുകാരെ, രാവിലത്തെ തിരക്കും ബഹളങ്ങളും എല്ലാം കഴിഞ്ഞ് എൻ്റെ വീടിനടുത്തുള്ള ഒരു കാവിൽ പൂജയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഞാൻ ഒരു 2-3 മണിക്കൂറത്തെ പൂജ അവിടെ കാണും. അതിനായിട്ട് ഞാൻ സെറ്റുമുണ്ടൊക്കെ എടുത്തു വെച്ചു. നല്ലൊരു സെറ്റുമുണ്ടായിരുന്നു, പക്ഷെ ഉടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും സമയം കുറച്ച് താമസിച്ചു പോയി. അതുകൊണ്ട് തന്നെ ഞാനൊരു ടോപ്പ് എടുത്തിട്ടു, വേഗം റെഡിയായി. എനിക്ക് കാവിൽ നിന്ന് വന്ന് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് എൻ്റെ വീട്ടിലും കൂടെ പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഞാൻ ഓർഡർ ചെയ്ത കിച്ചണിലോട്ട് വേണ്ട ഒരു കൊറിയർ എൻ്റെ വീട്ടിലാണ്, അവിടുത്തെ അഡ്രസ്സിലാണ് ചെന്നേക്കുന്നത്. അതുകൊണ്ട് അത് പോയി എടുത്തുകൊണ്ട് വരണം. ഞാൻ കാവിലെത്തിയപ്പോഴേക്കും തിരക്കൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ. അവിടുന്ന് പ്രസാദവും വാങ്ങിച്ച് പായസമൊക്കെ ആയിട്ട് ഞാൻ തിരികെ വീട്ടിലോട്ട് പോകുന്നു. ചോറും കറിയും ഒന്നും വെക്കാതെ കേട്ടോ ഞാൻ പോയത്. ഞാൻ ചെന്നപ്പോഴേക്കും ചേട്ടായി മീനുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അയലയായിരുന്നു കിട്ടിയിരുന്നത്. ഞാനപ്പം അയലയുടെ തലഭാഗം എടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു. എല്ലാം ക്ലീൻ ചെയ്തെടുത്ത് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പുളിവെള്ളം എന്നിവയെല്ലാം ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് ഗ്യാസിലോട്ട് വെച്ചു. അതൊരു 10 മിനിറ്റ് തിള വന്നപ്പോഴേക്കും ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് കറിവേപ്പില ഇട്ട് അങ്ങനെ മീൻകറി റെഡിയാക്കി. പിന്നെ ഉടൽഭാഗം വറക്കാമെന്ന് വിചാരിച്ചു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കേട്ടോ. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. സാധാരണ ഞാൻ വീട്ടിലുണ്ടാക്കാറാണ് ചെയ്യുന്നത്. അങ്ങനെ മീൻ ഫ്രൈയും റെഡിയാക്കിയിട്ട് കുറച്ച് ഉണക്കമീൻ വറുത്ത് കാന്താരി മുളകും ഉള്ളിയും വെച്ച് ചതച്ചെടുത്തു. പിന്നെ കുറച്ച് മോര് കാച്ചാനായിട്ട് പച്ചമുളകും കറിവേപ്പിലയും ചേർത്തു. പിന്നെ ഒരു നാരങ്ങ കൊണ്ട് ഇൻസ്റ്റൻറ്റ് നാരങ്ങ അച്ചാറും. ഇതെല്ലാം കഴിച്ച ശേഷം ഞാൻ വേഗം തന്നെ എൻ്റെ വീട്ടിലെത്തി കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴാണ് അമ്മ കൊറിയർ പൊട്ടിക്കാൻ സമ്മതിക്കുന്നില്ല. അതിന് മുമ്പ് കഴിഞ്ഞ ദിവസം അമ്മയോട് ഒരു മോതിരവളയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. പൂക്കാത്ത മാവിലും പ്ലാവിലും ഒക്കെ ഇട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി മാവിൻ്റെ കുറച്ച് തൊലി നമ്മൾ കളയുകയോ ചെയ്യേണ്ടത്. ആദ്യം തന്നെ അടയാളപ്പെടുത്താൻ വേണ്ടി ഞാനൊരു കയറ് കെട്ടി അമ്മേനെ തൊലി കളയാൻ ഏൽപ്പിച്ചു. അമ്മ അതിൻ്റെ പരിശ്രമത്തിലാണ് കേട്ടോ. മാവിൻ്റെ തൊലിയുടെ ഭാഗത്തു നിന്ന് കുറച്ച് താഴോട്ട് ഫ്ലോയ് ഉൾപ്പെടുന്ന ഒരു വളയമാണ് നമ്മൾ ചെത്തി കളയേണ്ടത്. പിന്നെ ഈ ഫ്ലോയത്തിലൂടെ ഇലകൾ സംശ്ലേഷണം ചെയ്യുന്ന ആഹാര വസ്തുക്കൾ താഴോട്ട് വരുന്നതിന് ഇത് തടയും. ഇത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ കായ്ഫലം കിട്ടും, അതിനുള്ള ടെൻഡൻസി ഉണ്ടാകുമെന്നാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് പറയുന്നത് കേട്ടോ. എന്തായാലും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഇതിന് ഫലം കണ്ടാൽ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. പിന്നെ വേഗം തന്നെ ഞാൻ എൻ്റെ കൊറിയർ എടുത്തു. എനിക്കത് പൊട്ടിക്കേണ്ടതുണ്ട്. ഞാൻ കിച്ചണിലോട്ട് വേണ്ട കുറച്ച് കിച്ചൺ ടവൽസ് ആട്ടോ ഓർഡർ ചെയ്തിരുന്നത്. 4 എണ്ണമാണ് ക്വാണ്ടിറ്റി ഉള്ളത്. ഞാനത് പൊട്ടിച്ച് നോക്കി. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നല്ല മെറ്റീരിയലായിരുന്നു, നല്ല കളറുമായിരുന്നു കേട്ടോ. 4 കളറിൽ തന്നെയാട്ടോ വരുന്നത്. പച്ചയും പർപ്പിളും റോസും ബ്ലൂവും എല്ലാം ആയിട്ട് കഴുകാൻ പറ്റുന്ന മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ പുറത്തെല്ലാം വരുന്ന ആഷ് കളറാണ്. പെട്ടെന്ന് നമുക്ക് ചെളി പിടിച്ചാലും അറിയത്തൊന്നുമില്ല കേട്ടോ. നല്ല മെറ്റീരിയലായിരുന്നു. 185 രൂപ ആകെ ആയിട്ടുള്ളൂ. തിരികെ ഞാൻ എൻ്റെ വീട്ടിലെത്തിയപ്പോഴേക്കും ചേട്ടായി കേക്കൊക്കെ ആയിട്ട് വന്നു. കുഞ്ഞ വരുന്ന സമയമായല്ലോ. ഞങ്ങൾ വേഗം കേക്ക് എടുത്തു. പിന്നെ ഒരു ഉള്ളിവട എടുത്തു, ചായ എടുത്തു. അങ്ങനെ ഇന്നത്തെ വൈകുന്നേരം കുറച്ച് യാത്രകളോടുകൂടി തന്നെ പതിവ് പോലെ അവസാനിച്ചു. താങ്ക്